ഹലോ, നമസ്കാരം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗമാണിത്. ഇന്ന് നമ്മൾ മർദ്ദം എന്താണെന്ന് പഠിക്കുന്നത്. മർദ്ദം, അതായത് യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് മർദ്ദം. അപ്പോൾ യൂണിറ്റ് വിസ്തീർണത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് മർദ്ദം. ഇങ്ങനെയുള്ള മർദ്ദത്തിൻ്റെ യൂണിറ്റ് ദാറ്റ്സ് പാസ്കൽ. അപ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഇങ്ങനെ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമുണ്ട്. ആകെ ബലം, അതിനെ നമ്മൾ പറയുന്നത് വ്യാപക മർദ്ദമല്ല, ത്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അതിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഇനി ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം, അതിനെ നമ്മൾ പറയുന്നതാണ് വ്യാപക മർദ്ദം. ഇങ്ങനെയുള്ള ഈ പ്രതല വിസ്തീർണം കുറയുമ്പോൾ മർദ്ദം കൂടും. അതുപോലെ പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയും. പ്രതല വിസ്തീർണം കുറയുമ്പോൾ മർദ്ദം കൂടുന്നു, പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയും. അതിൻ്റെ എക്സാമ്പിളാണ് താറാവിന് ചെളിയിലൂടെയും വളരെ വേഗം നടക്കാൻ സാധിക്കുന്നത്. അതുപോലെ മൂർച്ചയില്ലാത്ത കോടാലി ഉപയോഗിച്ച് മരം മുറിക്കാൻ വളരെ പ്രയാസമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, താറാവിൻ്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ നേരിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് ചവിട്ടുമ്പോഴേ പ്രതല വിസ്തീർണം കൂടും, അപ്പോൾ മർദ്ദം കുറയും. അതാണ് താറാവിന് ചെളിയിലൂടെയും വളരെ വേഗം നടക്കാൻ സാധിക്കുന്ന കാരണം പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നുമുണ്ട്. അതുപോലെ മൂർച്ചയില്ലാത്ത കോടാലി ഉപയോഗിച്ച് മരം മുറിക്കാൻ വളരെ പ്രയാസമാണ്. അതിൻ്റെ കാരണവും പ്രതല വിസ്തീർണം കൂടുമ്പോഴും, മൂർച്ചയില്ലാത്ത കോടാലി ആകുമ്പോൾ അതിൻ്റെ വായുഭാഗത്ത് പ്രതല വിസ്തീർണം കൂടും, അപ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം കുറയും. ഓക്കെ, ഇങ്ങനെ അടുത്തത് നമ്മൾ ആപേക്ഷിക സാന്ദ്രത, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ഇങ്ങനെയുള്ള ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ദാറ്റ്സ് എ ഹൈഡ്രോമീറ്റർ. ഇനി ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാലും അത് ഹൈഡ്രോമീറ്റർ തന്നെയാണ്. നമുക്കറിയാം പാല് ദ്രാവകമാണ്. അങ്ങനെയുള്ള പാലിൻ്റെ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇങ്ങനെയുള്ള ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ഒരുതരം ഹൈഡ്രോമീറ്ററാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററാണ്. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണവും ഹൈഡ്രോമീറ്ററാണ്. പാലിൻ്റെ സാന്ദ്രത അളക്കുന്ന ഉപകരണമായ ലാക്ടോമീറ്റർ ഒരുതരം ഹൈഡ്രോമീറ്ററാണ്. ഓക്കെ, ഇനി ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത, അതുപോലെ വസ്തുവിൻ്റെ വ്യാപ്തം. അപ്പോൾ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഒന്ന്, രണ്ടാമത്തെ വസ്തുവിൻ്റെ വ്യാപ്തം. ഇനി ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹിഷൻ ബലം. ദ്രാവകത്തുള്ളികളെ ചേർത്ത് നിർത്തുന്ന ബലം ഏതാണെന്ന് വെച്ചാൽ അത് കൊഹിഷൻ ബലമാണ്. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ദ്രാവകത്തുള്ളികളെ ചേർത്ത് നിർത്തുന്ന ബലം ഏതാണെന്ന് വെച്ചാൽ അത് കൊഹിഷൻ ബലമാണ്. ഓക്കെ, ഇനി വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമുണ്ട്. അതിനത് പറയുന്നതാണ് അഡ്ഹീഷൻ ബലം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജനൽ ഗ്ലാസ്സിൽ ജലം ഒട്ടിച്ചേർന്നിരിക്കുന്ന ബലം, അതുപോലെ ചോക്ക് ഉപയോഗിച്ച് ബോർഡിൽ എഴുതുന്നത്, പേപ്പറും പശയും തമ്മിലുള്ള ആകർഷണ ബലം. നമ്മൾ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുമ്പോൾ ആ ചോക്ക് പൊടി ആ ബോർഡിൽ പറ്റിച്ചേർന്നിരിക്കുന്നതിന് കാരണം അഡ്ഹീഷൻ ബലമാണ്. ഓക്കെ, അതുപോലെ പേപ്പർ നമ്മൾ പശ ഒട്ടിച്ച് കഴിയുമ്പോൾ ആ പേപ്പറും പശയും തമ്മിലുള്ള ആകർഷണ ബലം, അത് വ്യത്യസ്തയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്, അതും അഡ്ഹീഷൻ ബലമാണ്. അങ്ങനെ വ്യത്യസ്തയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. അതിന് എക്സാമ്പിളാണ് ജനൽ ഗ്ലാസ്സിൽ ജലം ഒട്ടിച്ചേർന്നിരിക്കുന്ന ബലം, തന്നെ ചോക്ക് ഉപയോഗിച്ച് ബോർഡിൽ എഴുതുന്നത്, പേപ്പറും പശയും തമ്മിലുള്ള ആകർഷണ ബലം, ഇതൊക്കെ അഡ്ഹീഷൻ ബലമാണ്. നെക്സ്റ്റ് കേശികത്വം എന്ന് പറയും, കാപ്പിലാരിറ്റി എന്ന് പറയും. അതായത് ഭൂഗുരുത്വത്തെ അവഗണിച്ചുകൊണ്ട് ദ്രാവക തന്മാത്രകൾക്ക് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കേശികത്വം. ഓക്കെ, എല്ലാ വസ്തുക്കളെയും ഭൂമി എൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ ഭൂമിയുടെ ആകർഷണ ബലത്തിനെതിരായിട്ട് ദ്രാവക തന്മാത്രകൾക്ക് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കേശികത്വം. അതിന് എക്സാമ്പിളാണ് വിളക്ക് നാട, ഇപ്പം മണ്ണെണ്ണ വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്നത്, അതുപോലെ ചെടികൾ വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കേശികത്വമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഉണങ്ങിയ ഇഷ്ടിക, അതുപോലെ സ്പോഞ്ച് എന്നിവ ജലം വലിച്ചെടുക്കുന്നത്. ഓക്കെ,
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേശികത്വത്തിന് എക്സാമ്പിളുകളാണ്. ഇനി ദ്രാവകമർദ്ദം, ലിക്വിഡ് പ്രഷർ എന്ന് പറയും. അതായത് ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെ വിളിക്കുന്ന പേരാണ് ദ്രാവകമർദ്ദം. അതായത് യൂണിറ്റ് പരപ്പളവിൽ ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് ദ്രാവകമർദ്ദം. ഓക്കെ, അങ്ങനെ ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അവിടെ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദവും കൂടും. ഓക്കെ, ഇങ്ങനെയുള്ള ദ്രാവകമർദ്ദം കാണുന്ന ഇക്വേഷനാണ് P=HdG എന്ന് പറയും. P ദാറ്റ് ഇസ് എ പ്രഷർ, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, D ഇസ് ഡെൻസിറ്റി ആൻഡ് G ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് ദ്രാവകമർദ്ദം. ഇനി ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടും. ഓക്കെ, ഇനിയുള്ളത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. അതായത് ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ഇന്ന് നമ്മൾ ബലം, ദ്രവബലങ്ങളും ആയി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.